കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ ഗംഭീരമായി ഫീൽഡ് ചെയ്യുന്ന തിരക്കിലാണ്. കേരളത്തിന്റെ തകർപ്പൻ ഫീൽഡിംഗിൽ വിദർഭയ്ക്ക് തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. എന്നാൽ കേരളത്തിന്റെ ഈ ആക്രമണ ഫീൽഡിംഗിന് ഇടയിലും നിർണായക നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളി താരം കരുൺ നായർ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 8000 റൺസ് തികച്ചിരിക്കുകയാണ് വിദർഭയ്ക്കായി ബാറ്റ് ചെയ്യാനിറങ്ങിയ കരുൺ. കേരളത്തിനെതിരായ രഞ്ജി ട്രോഫി ഫൈനലിനിടെ വ്യക്തിഗത സ്കോർ 10 റൺസിലെത്തിയപ്പോഴാണ് കരുൺ നായർ 8000 റൺസ് കടന്നത്. തന്റെ 114ാം ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലാണ് കരുണിന്റെ ഈ നേട്ടം. മലയാളി കൂടിയായ കരുൺ നായർ രഞ്ജി റൺ വേട്ടക്കാരിൽ 12ാം സ്ഥാനത്തുണ്ട്. ഫൈനൽ തുടങ്ങുന്നതിന് മുൻപ് 8 മത്സരങ്ങളിൽ നേടിയത് 642 റൺസാണ്. വിദർഭയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ താരത്തിന് വലിയ പങ്കുണ്ട്. രഞ്ജിയിൽ മാത്രമല്ല, വിജയ് ഹസാരെ ട്രോഫിയിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിദർഭയെ മുന്നിൽ നിന്നും നയിച്ചത് കരുൺ നായരായിരുന്നു. താരത്തിന്റെ ഈ ആഭ്യന്തര സീസണിലെ പ്രകടനം ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ വിവാദത്തിലേക്ക് വരെ നയിച്ചിരുന്നു. അവിശ്വസനീയമായ മിന്നും പ്രകടനം നടത്തിയിട്ടും താരത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി, ഇംഗ്ലണ്ട് പരമ്പര, ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ ടീമിലെടുക്കാത്തത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. താരത്തിനെ എങ്ങനെ നേരിടുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഫൈനലിൽ കേരളത്തിന്റെ സാധ്യതകൾ. അതേസമയം താരത്തിന്റെയും ഡാനിഷ് മലയവാറിന്റെയും ചിറകിലേറി വിദർഭ ഫൈനൽ പോരാട്ടത്തിൽ തിരിച്ചുവരികയാണ്. ഒരു ഘട്ടത്തിൽ 24 റൺസിന് 3 എന്ന നിലയിൽ നിന്നും 41 ഓവർ പിന്നിടുമ്പോൾ 114 റൺസ് നേടാൻ വിദർഭയ്ക്ക് സാധിച്ചിരുന്നു. അതേസമയം വിദർഭയുടെ ഹോം ഗ്രൗണ്ടായ നാഗ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ബൗളിംഗ് തെരഞ്ഞെടുത്ത കേരളം ആദ്യ സെഷനിൽ തന്നെ ആതിഥേയരെ വിറപ്പിച്ചിരുന്നു. മത്സരത്തിൽ നിർണായകമായ ടോസ് നേടി ബൗളിംഗ് തെരഞ്ഞെടുക്കാനുള്ള കേരളത്തിന്റെ നീക്കം വൻ വിജയമാകുന്നതാണ് കളിയുടെ ആദ്യ മണിക്കൂറിൽ തന്നെ കണ്ടത്. ഒപ്പം പ്ലേയിങ് 11-ൽ വരുത്തിയ സുപ്രധാന മാറ്റവും. സെമി ഫൈനലിൽ കളിച്ച ടീമിൽ ഒരു നിർണായക മാറ്റം വരുത്തിയാണ് ഫൈനലിൽ കേരളം ഇറങ്ങിയത്. ബാറ്ററായ വരുൺ നായരിനെ പുറത്തിരുത്തിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബി കൗമാര പേസർ ഈദൻ ആപ്പിൾ ടോമിനെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ നീക്കവും ക്ലിക്കായി. നിതീഷ് എംഡിക്ക് ഒപ്പം ഓപ്പണിംഗ് സ്പെൽ എറിയാനെത്തിയ ഈദൻ വിദർഭ നിരയിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളായ ധ്രുവ് ഷോറയെ പുറത്താക്കി കേരളത്തിന് നിർണായക ബ്രേക്ക് ത്രൂ നൽകി. മത്സരത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പേസർമാർക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് കേരളം ബൗളിംഗ് തെരഞ്ഞെടുത്തത്. പിച്ച് വിലയിരുത്തുന്നതിൽ കേരള ടീം നായകൻ സച്ചിൻ ബേബി വിജയിച്ചുവെന്നാണ് കേരളത്തിന്റെ പ്രകടനം തെളിയിക്കുന്നത്. എന്തായാലും കേരളം ചരിത്രം കുറിക്കും എന്ന വിശ്വാസത്തിലാണ് ഓരോ മലയാളിയും. ഫൈനലിൽ കേരളം പ്രവേശിച്ചപ്പോൾ തന്നെ മലയാളികൾ അത്ര കണ്ട് ആഘോഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രം കുറിക്കുന്ന കേരളത്തിന്റെ വാർത്ത കേൾക്കാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും.